ഹലോ ഹായ് ഫ്രണ്ട്സ്, ധർമ്മരാജ് യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പീജ് കൊണ്ട് ഒരു മിക്സിയാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പിന്ന് പോയി കിടക്കുകയാണ്. നമ്മളിതൊന്ന് മാറിയിടാം. ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്കും ഇത് കണ്ടു വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു ഇതിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതേ നമുക്ക് ഇതൊന്ന് പ്ലഗ് കുത്തിയിട്ട് ഓണാക്കി നോക്കാം. പ്ലഗ് കുത്തി നമ്മൾ ഓണാക്കി. യാതൊരു വിധത്തിലത് കറങ്ങുന്നൊന്നുമില്ല, ഒരു റെസ്പോൺസും നമുക്ക് കിട്ടുന്നില്ല. എന്തായാലും നമുക്കിന്ന് അഴിച്ച് നോക്കാം. ഇവിടുന്ന് അഴിച്ച് റൈറ്റ് സൈഡ് അഴിച്ച് ഓപ്പൺ ചെയ്യുക. ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ പിന്നെ ലൂസാന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ഒരു ടിപ്പ് കാണിച്ചു തരാം. ഇതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനെ കൊണ്ടുള്ളൊരു ടിപ്പാണ്. ഇതിൻ്റെ സ്പീഡിൽ 1 എന്നുള്ള നമ്പർ ഊരുക. പിന്നെ നമ്മുടെ ഇതിൻ്റെ AC ലൈൻ വരുന്നത്, ഇത് കറണ്ട് നേരിട്ട് വരുന്ന ആ ഒരു ലൈന്, ആ പിന്നും കൂടി ഊരുക. ഊരിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ കണക്ട് ചെയ്തിടുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ടിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ പ്ലഗ് ഒന്ന് കുത്തണം. പ്ലഗ് കുത്തിയിട്ട് ഒന്ന് ഓണാക്കി വേണം. കണ്ടോ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോട്ടറിൻ്റെ ഭാഗത്ത് യാതൊരുവിധ കംപ്ലൈൻറ്റുകളും ഇല്ല, നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. എന്നിട്ട് ആ പ്ലഗ് ഊരിയിടുക. എന്നിട്ട് ഈ ലൈൻ നമ്മൾ ഊരിയിട്ടിട്ട് നമ്മൾ സെയിം അതേലത്തെ ഒരു പിന്നെ വാങ്ങിച്ചിട്ടുണ്ട്. കൂടിപ്പോയാൽ 50 രൂപ അല്ലെങ്കിൽ 60 രൂപയിൽ കൂടുതലൊന്നും ഇതിന് വിലയാവില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, ഇവിടുത്തെ ഈ 1ാമത്തെ സ്പീഡിൽ നിന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. ഇവിടെ അതേ നമ്പറിൽ തന്നെ ഇതിലും നമ്പറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ 1ാമത്തെ നമ്പർ ഊരി ഇതിലെ 1ാമത്തെ ആ നമ്പറിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം, മെഷീൻ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വൈൻഡിങ് ചെയ്യാനോ മറ്റ് ഷോപ്പിലോട്ടോ നമുക്ക് കൊടുത്തുവിടാൻ പറ്റും. എനിവേ നമ്മൾ 1ാമത്തെ പിന്നിലേക്ക് ഇത് കണക്ട് ചെയ്തു. അടുത്ത 2ാമത്തെ കണക്ഷൻ ഊരി ഇതിൻ്റെ 2ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യുക. ആ ലോക്ക് ഇച്ചിരി ലൂസാണ്, നമ്മൾ അതുകൂടി ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കയറ്റിയിടാം. നമ്മളത് 2ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്തു. 2ാമത്തത് സെയിമായിട്ട് തന്നെ. ഇതെൻ്റെ 3ാമത്തെ പിന്ന്. ഇത് നമ്മൾ ഊരുന്നു. ഇവിടെ ഒരു പിന്നെ ദൂരി ഇവിടെ തന്നെ താണ്ടിത് 3ാമത്തെ പിന്നെ. ആ 3ാമത്തെ പിന്നിലോട്ട് നമ്മളിത് കണക്ട് ചെയ്യുക. ചെറുതായിട്ട് ഊരി വരുന്നുണ്ട്. ഈ ലോക്ക് ഇത്തിരി പോയി നിൽക്കുകയാണ്. ടൈറ്റ് ചെയ്യുന്നു. 3ാമത്തെ പിന്നിലിട്ടു. ഇതും കണക്ട് ചെയ്തു. ഈ 2ാമത്തെ പിന്നെ ഒന്നുകൂടി ഊരി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ലോക്ക് കറക്റ്റാക്കി 2ാമത്തെ പിന്നിലിട്ട് തന്നെ തിരിച്ച് കണക്ട് ചെയ്തു. അപ്പോൾ 1, 2, 3 ഈ 3 സ്പീഡായി. 4, 2, 4, 5 പിന്ന് വരുന്നതാണെങ്കിൽ 0 എന്നുള്ളൊരു പിന്നുണ്ട്, കാണാൻ പറ്റുമോ? ഈ 0 എന്ന് പറയുന്ന ഈ പിന്നെ ഇത് നമുക്ക് വേണ്ട. അതില്ലാതെ ഇപ്പുറത്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു ലെഗ് കാണുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്ന AC ലൈന് അതിനുള്ളിലേക്ക് കടത്തി വിടുക. അതിൻ്റെയും പിന്നൊന്ന് ഒന്ന് ടൈറ്റ് ചെയ്യണം. ഞാൻ ഊരാൻ വേണ്ടിയിട്ട് അത് ലൂസ് ചെയ്തായിരുന്നു. ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇവനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് കറക്റ്റായി. പോസിറ്റീവ് വരുന്ന ലൈൻ ഇവിടെ ഇവിടെ കാണാൻ പറ്റും. 1, 2, 3 ഈ 3 പിന്നായിട്ട് ബാക്കി 3 ലീഡുകൾ അതേപോലെ തന്നെ കണക്ട് ചെയ്യുക. ഈ സാധനം നമ്മൾ അഴിച്ചെടുക്കണം. അഴിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. തിരിച്ച് വെച്ചിട്ട് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് തിക്കി കൊടുത്താൽ മതി. കണ്ടോ, അതുവരെ ഇങ്ങനെ വരും. ശേഷം നമ്മൾ ഒരു കട്ടിംഗ് പ്ലെയർ വെച്ച് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്യുക.
ലൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഊരി മാറും. കണ്ടോ, ആ പഴയ സാധനം നമ്മൾ ഊരി മാറ്റും. ഇത് പിജിയോണിൻ്റെ ഒറിജിനൽ സാധനമാണ്. കണ്ടോ, വൈറ്റ് കളറിലെ ഒറിജിനൽ സാധനമാണ്. ഇതങ്ങനെ പോകുന്നതല്ല, ഇത് ഓവർലോഡോ വാട്ടർ ലീക്കേജോ മറ്റോ സംഭവിച്ചതാണ്. ഇതാണ്ട് ഇവിടെ തുരുമ്പൊക്കെ ആയിട്ടുണ്ട്, അങ്ങനെ പോയതാണ്. സാധാരണ നല്ലൊരു മിക്സിയാണ് ഈ പിജിയോണ്ട്. വളരെ വില കുറഞ്ഞതും സാധാരണ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മിക്സിയാണ് പിജിയോണ്ട്. അതേപോലെ നമ്മൾ ഈ സാധനം നമ്മൾ തിരിച്ച് ഇതുണ്ടോ, ഈ 2 ലെഗുകളുണ്ട്. ആ ലെഗുകൾ ഈ ഇവിടെ കാണുന്ന ഈ ഹോളിലേക്ക് കടത്തി വിടണം. ഇതിങ്ങനെ കടത്തി വിട്ടിട്ട് അതിൻ്റെ ഈ ലോക്ക് ഇപ്പുറത്തെ സൈഡിലൂടെ അങ്ങ് മുറുക്കണം. മുറുക്കിയിട്ട് അവനെ നേരെ നമ്മൾ ഇതേപോലൊരു പ്ലെയർ വെച്ച് നന്നായിട്ട് മുറുക്കി ടൈറ്റ് ചെയ്യണം. നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ടൈറ്റ് ചെയ്തു. എന്നിട്ട് ഈ നിപ്പിൾ ഇതിലേക്ക് തന്നെ തിരിച്ചിടാം. നമ്മളത് ഇട്ട് തിരിഞ്ഞു പോയി, അതുകൊണ്ട് നമ്മളത് തിരിച്ചിട്ട്. അപ്പോൾ നമ്മളത് തിരിച്ചിട്ടു. എന്നിട്ട് നേരെ നോബിനെ ഇതിൻ്റെ ഉള്ളിൽ കിടത്തി വിട്ടു. 1 2 3 അത് ഓക്കെ ആയി. പിന്നെ നേരെ അങ്ങ് തിരിച്ചു വെക്കുക. AC ലൈൻ്റെ കണക്ഷൻ നമ്മൾ ഈ ലോക്കിലേക്ക് തന്നെ കടത്തി വിട്ടിട്ട് ഇതിലൊന്നും കയറി കുരുങ്ങാത്ത രീതിയിൽ വെക്കുന്നു. തിരിച്ച് നമ്മൾ അതേപോലെ പാക്ക് ചെയ്യുന്നു. സ്ക്രൂ ഇട്ട് പാക്ക് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാമേ. അങ്ങനെ നമ്മുടെ സാധനം നമ്മൾ മുറുക്കി ടെസ്റ്റ് അടിച്ച് കാണിക്കാം. തിരിച്ച് വെച്ചിട്ട് പ്ലഗ് ചെയ്യുന്നു. പ്ലഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇടുന്നു. വർക്ക് ചെയ്യുന്നുണ്ട്. 1 2 3 സ്പീഡും കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിജിയോണിൻ്റെ നല്ലൊരു മിക്സിയാണിത്. സാധാരണ രീതിയിൽ നമുക്ക് കംപ്ലൈൻറ്റ് വന്നാലും പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല മിക്സിയാണ്. പിന്നെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ മിക്സിയിൽ ജാറിൻ്റെ ഉള്ളിൽ സാധനം ഇട്ട് അരയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ഫുള്ളായിട്ട് ലോഡ് കയറ്റി അരയ്ക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഒരു 1/4 ഭാഗം സ്പേസ് ഇട്ടിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ആർമിച്ചറിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും. പിന്നെ ആർമിച്ചർ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം പൊടിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തിങ്ങും. അത് ഫുൾ ടൈറ്റാവും. ടൈറ്റായി കഴിയുമ്പോഴത്തേക്കും ഈ ആർമിച്ചർ വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ താഴെ കാർബൺ തമ്മിൽ ഷോർട്ടാവും, കോയിൽ കത്തിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.